സോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എമിനന്റ് IAS. അപ്പൊ 2026 പ്രിലിംസ് എക്സാമിനേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ സ്മാർട്ട് ആയിട്ടുള്ള ചില സ്ട്രാറ്റജീസ് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 30 to 40 മിനിറ്റ്സ് അതാണ് ഞാൻ കാണുന്ന ഒരു ടൈം ഡ്യൂറേഷൻ. അപ്പോൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ ബിറ്റ്വീൻ മനസ്സിലാകാത്തതോ ക്ലിയർ ആകാത്തതോ സംശയങ്ങളോ ഉള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. സോ ബിഫോർ സ്റ്റാർട്ടിംഗ് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് മുഹമ്മദ് സഫ്വാൻ എന്നുള്ളതാണ്. സിവിൽ സർവീസിന്റെ ട്രെയിനറാണ്, ഫാക്കൽറ്റിയാണ്, ഹിസ്റ്ററി ഓപ്ഷണൽ ഫാക്കൽറ്റിയാണ്. 7 വർഷം സിവിൽ സർവീസിന്റെ ഫീൽഡിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. സോ വിത്ത് ഓൾ ദീസ് പെർട്ടിക്കുലർ എക്സ്പീരിയൻസസ് ആൻഡ് ഒരുപാട് റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് വെച്ച് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് എല്ലാവർക്കും വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും സിവിൽ സർവീസ് എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെ? അപ്പോ സിവിൽ സർവീസ് എഴുതണം എന്നുള്ള ആഗ്രഹമുള്ള സമയത്ത് എനിക്ക് എഴുതണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ സമയമില്ല, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഒരിക്കലും വരാൻ പാടില്ല, അല്ലെ? നമുക്ക് ആഗ്രഹം ഉണ്ടോ, മൈൻഡ് സെറ്റ് ഉണ്ടോ, വി ഷുഡ് ഫൈൻഡ് ഇനഫ് ക്വാളിറ്റി ടൈം. പ്ലസ് ആ ടൈം നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് മുഴുവനും വായിച്ച് തീർക്കുകയാണോ വേണ്ടത്? അതിനുള്ള സമയം നമുക്ക് 2026 പ്രിലിംസിന് എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ എഫക്റ്റീവ് ആയിട്ട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു അപ്രോച്ചിൽ വേണം മുന്നോട്ട് പോകാൻ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ഈ ഒരു സെഷനോട് കൂടെ നിങ്ങൾക്ക് നല്ലൊരു പിക്ചർ ഉണ്ടാക്കി തരാം. ഒന്നാമത്തെ കാര്യം നമ്മൾ വേണ്ടത്, നമ്മൾ 2026 പ്രിലിംസ് എഴുതുന്നത് എക്സ്പീരിയൻസ് ചെയ്യാനല്ല, ക്വാളിഫൈ ചെയ്യാനാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുക. മനസ്സിൽ 2 തവണ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, 2026 പ്രിലിംസ് ഞാൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കുന്നത്, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് രണ്ടാമത്തെ ചിന്തയാണ്, അതിന് നമുക്ക് കൺസിസ്റ്റൻസി വേണം. ഇപ്പൊ ഫോർ എൻ എക്സാമ്പിൾ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു ആസ്പിരന്റ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അയാളും പ്രിലിംസ് എഴുതുന്നുണ്ട്. ജസ്റ്റ് ലിസൺ. 2 വർഷമായിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ഒരു ആസ്പിരന്റ്, അദ്ദേഹം പ്രിലിംസ് എഴുതുന്നുണ്ട്. അടുത്ത 2 മാസം പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന നിങ്ങളും പ്രിലിംസ് എഴുതുന്നുണ്ട്. പുള്ളിക്കാരൻ കുറേ പഠിച്ചു, നിങ്ങൾ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിച്ചു. സോ there's a high chance you are going to clear this examination if you are having a right consistency oriented preparation. അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് പല പല സിറ്റുവേഷൻസ് വരും, തകർച്ച, ഉയർച്ച, പരാജയം, പഠിച്ചത് കിട്ടുന്നു, മറക്കുന്നു. അപ്പോഴൊക്കെ നമുക്ക് വേണ്ട എന്തായിരിക്കണം, റിവൈസ് എന്ന് പറയുന്ന ഈ കോമ്പണൻസ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ വേണ്ടത്. നിങ്ങൾ ഈ റിവൈസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് UPSCക്ക് പഠിക്കാൻ വേണ്ടി 100 പേജുള്ള ഒരു ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ നിങ്ങൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടുള്ള ഒരു 40 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 40 പേജ് 10 തവണ റിവൈസ് ചെയ്യുന്നതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ ഇത് 1 തവണയോ 2 തവണയോ വായിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അതിനെ സമ്മതിക്കില്ല. സമ്മതിക്കാത്ത മൈൻഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, പഠിച്ച കാര്യങ്ങൾ ഞാൻ എഫിഷ്യന്റ് ആയിട്ടാണോ പഠിച്ചത് എന്ന് ആലോചിക്കുക. അതായത് നിങ്ങളോടിപ്പോ ഞാൻ ഇതിന് വേറെ നമ്പർ പറയണം. നിങ്ങൾ 100 ടോപ്പിക് പ്രിലിംസിന് പഠിച്ചു, ഇവിടെ 40 ടോപ്പിക് പഠിച്ചു. ഇത് തീർക്കാൻ വേണ്ടി നിങ്ങൾ 100 ടോപ്പിക് ഫോക്കസ് ചെയ്തു, പക്ഷെ ഈ 40 ടോപ്പിക് നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചു. പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ 100 ടോപ്പിക്കിൽ നിന്നും ഒരു 10 മുതൽ 15 എണ്ണം നിങ്ങൾക്ക് കയ്യിലേക്ക് വരാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താ, നിങ്ങൾ തീർക്കാൻ വേണ്ടി പഠിച്ചതാണ്, എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചില്ല. പക്ഷെ ഈ 40 ടോപ്പിക്ക് നിങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 മുതൽ 35 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ? ഒരു ഐഡിയ യെസ് കിട്ടിയോ? സർ. ഓക്കെ. അപ്പൊ അതായത് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന 3 കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് സൂപ്പർ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഇപ്രാവശ്യം പ്രിലിംസ് ഞാൻ എഴുതുന്നത് ക്വാളിഫൈ ചെയ്യാനാണ് എന്നുള്ളൊരു പ്രിപ്പറേഷൻ മെന്റാലിറ്റി കൊണ്ടുവരാം. ഇത് ഫസ്റ്റ് ലെവൽ. ഇത് വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഒന്ന് കൊണ്ടുപോയിക്കേ. ഇപ്രാവശ്യത്തെ പ്രിലിംസ് ഞാൻ എഴുതുന്നത് ക്വാളിഫൈ ചെയ്യാനാണ് എന്നുള്ള 2 തവണ ചിന്തിച്ചു നോക്കി. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനുണ്ട്. അത് ഒന്നാമതാണെങ്കിൽ, രണ്ടാമത്തത്, അതിന് എനിക്ക് വേണ്ടത് കൺസിസ്റ്റൻസി ആണ്. മൂന്നാമത്തത്, പഠിക്കും മറക്കും, പക്ഷെ ഞാൻ റിവിഷനിൽ ഫോക്കസ് ചെയ്യും. മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, പഠിക്കും, തെറ്റ് വരുന്നതിന് വേണ്ടി ഞാൻ ഒരു ഡാറ്റ കളക്ഷൻ നടത്തും. നമ്മളതിന് എറർ ലോഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിഫറെന്റ് സ്ട്രാറ്റജിയിലൂടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ആസ്പെൻസിനേക്കാൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട്
കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആൻഡ് ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ എറർ ലോഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രാറ്റജി മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ചത് 1850s ആൻഡ് റിവോൾട്ട്, 1850s ആൻഡ് റിവോൾട്ട്, 1850s ആൻഡ് റിവോൾട്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ പലതവണ പഠിച്ചു. പക്ഷെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഭാഗം തെറ്റി. തെറ്റിയപ്പോ അത് എന്തുകൊണ്ട് തെറ്റി, എറർ ലോഗ്. അപ്പൊ ആ തെറ്റിന് എന്തുകൊണ്ട് എങ്ങനെ മാറ്റാം, ദാറ്റ് ഈസ് സ്ട്രാറ്റജി. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം. ഒരു ദിവസം നിങ്ങൾക്ക് അങ്ങനെ എത്ര ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമോ അത്രക്ക് നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് കോണ്ടന്റ് പഠിച്ചു തീർക്കലല്ല, ക്വാളിറ്റി പ്രാക്ടീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. യു ഗോട്ട് ഇറ്റ്? പ്രിലിംസിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ 100 പേജിന്റെ പുസ്തകം തീർക്കാനല്ല വേണ്ടത്, 40 പേജിന്റെ കോണ്ടന്റ് റിവൈസ് ചെയ്യാനും അത് വൃത്തിക്ക് പഠിച്ചു എന്നുള്ളതിന്റെ ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ആ സൂപ്പർ ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. സോ ദിസ് ഈസ് ദ ഓൾ പിക്ചർ ദാറ്റ് യു ഷുഡ് ഹാവ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രീതിയിലായിരിക്കും, ഐ റിപ്പീറ്റ്, ഈ രീതിയിലായിരിക്കും നമ്മൾ അടുത്ത പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി ക്ലാസ്സസ് എടുക്കാൻ വേണ്ടി പോകുന്നത് സിവിൽ സർവീസിന്റെ ഫീൽഡിൽ അത്യാവശ്യം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള മാഡം ഉണ്ട്, ആര്യ മാഡം ഉണ്ട്. 5 വർഷം എക്സ്പീരിയൻസ് ഉള്ള പല ഫാക്കൽറ്റീസും ഉണ്ട്. അങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെ നിങ്ങൾ അത് സിംപ്ലിഫൈ ചെയ്ത് എഫിഷ്യൻസിയോടുകൂടെ പഠിക്കണം. അപ്പൊ എഫിഷ്യൻസിയോടുകൂടെ പഠിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിൽ PYQs വരും, ഷോർട്ട് നോട്ട്സ് വരും. ഇതെല്ലാം നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യും. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിലിംസിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. അതിന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വളരെ വൃത്തിക്ക് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. യെസ് ഓർ നോ? Yes, sir. യെസ്, താങ്ക് യു.